നമസ്കാരം. ടെക് ആൻഡ് വീൽസിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ തഞ്ചാവൂരിൽ നിന്ന് തിരികെയുള്ള യാത്രയാണ് ഇന്ന് വ്ലോഗായിട്ട് ചെയ്യുന്നത്. വളരെ സന്തോഷമുള്ളൊരു യാത്രയായിരുന്നു. ആ ഒരു ചോളപ്പെരുമയും ഒരു മറാഠ സാമ്രാജ്യത്തിൻ്റെ ഒരു ഏടുകളും ഒക്കെ കണ്ടുകൊണ്ടുള്ളൊരു പഴമയെയും ചരിത്രത്തെയൊക്കെ മുറുകെ പിടിക്കുന്നൊരു യാത്രയായിരുന്നു. അപ്പോൾ നമ്മളത് ഇ വിയിലാണ് പ്ലാൻ ചെയ്തിരുന്നത്. ഇങ്ങോട്ട് വന്നതുമൊക്കെ ഇ വിയിലായിരുന്നു. അപ്പോൾ അത് സക്സസ് ആയി, ഹാഫ് വേ ആയി. ഇനി തിരികെയുള്ള യാത്രയാണ്. ഒരു നാടൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒന്ന് കഴിച്ച് അതൊന്ന് റിലാക്സ് ആയി ഏകദേശം ഒരു 9:52 ഒക്കെ ആവുന്ന സമയത്തേക്ക് നമ്മൾ തിരിച്ചുള്ള യാത്ര തുടരുകയാണ്. 46% ബാറ്ററിയാണ് ഇവിടെ വന്നപ്പോൾ ഉണ്ടായിരുന്നത്. അത് അങ്ങനെ തന്നെ ഉണ്ട്. വലിയ ഡ്രോപ്പ് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ ഫസ്റ്റ് സ്റ്റോപ്പായിട്ട് നമ്മൾ സിയോൺ ചാർജിങ്, ടാറ്റ ഡീലർഷിപ്പിന് തൊട്ടടുത്തുള്ള സിയോൺ ചാർജിങ് ആണ് നമ്മൾ വെച്ചിരുന്നത്. എന്താണെന്നറിയില്ല, നമ്മൾ എപ്പോഴും ഈ സിയോണിലേക്ക് തന്നെ എത്തുകയാണ്. അത് സിയോണിൻ്റെ അത്രയും അവൈലബിലിറ്റി കാണിക്കുന്നു എന്ന് തോന്നി. ഫസ്റ്റ് സ്റ്റോപ്പിലേക്ക് എത്തി. അത് ടാറ്റ മോട്ടോഴ്സിന് തൊട്ടടുത്തുള്ള ഒരു 60 kW ചാർജറാണ്. അപ്പോൾ ഒരാളും കൂടെ വന്നു കഴിഞ്ഞാൽ മിക്കവാറും അത് 30 ആയിട്ട് സ്പ്ലിറ്റ് ആവും. അങ്ങനെ ചാർജ് 10-22 ആയപ്പം തുടങ്ങി. അത് നമ്മൾ പറഞ്ഞിരുന്നത് പോലെ തന്നെ ഒരു ടാറ്റ കർവും വന്നു. അങ്ങനെ 30-30യിലാണ് ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. 30 എന്ന് പറഞ്ഞാൽ ഫുൾ 30 കിട്ടില്ല കേട്ടോ. എന്നാലൊരു 11:07 ആയപ്പോഴേക്ക് ഏകദേശം ഒരു 75% ബാറ്ററി നമ്മൾ സെറ്റാക്കി. 320 കിലോമീറ്റർ റേഞ്ചും കാണിക്കുന്നുണ്ട്. നമ്മുടെ പാറ്റേൺ പലരും ചോദിച്ചിരുന്നു. ഡ്രൈവിംഗ് പാറ്റേൺ മിക്സഡ് ഡ്രൈവിംഗ് പാറ്റേൺ ആണ്. ഇപ്പോൾ എക്കോയിലും എക്കോ പ്ലസിലും നോർമലിലുമാണ്. നമ്മൾ എക്കോ പ്ലസിൽ അങ്ങനെ ഓടിച്ചിട്ടില്ല, എക്കോയിൽ തന്നെയാണ് കൂടുതലും. അപ്പോൾ കാല് കൊടുത്താണ് ഓടിക്കുന്നത്. നല്ല രീതിയിൽ എങ്ങനെയാണോ പെട്രോൾ വണ്ടി ഓടിക്കുന്നത് അതേപോലെ തന്നെയാണ് ഓടിക്കുന്നത്. ഇപ്പോൾ തമിഴ്നാട്ടിൽ ഹൈവേ ആണല്ലോ, നമുക്ക് അതിനുള്ളൊരു ഫ്രീഡം ഒക്കെ ഉണ്ട്. പിന്നെ അതേപോലെ അഡാസൊക്കെ ട്രൈ ചെയ്ത് നോക്കി. അത്യാവശ്യം കുഴപ്പമില്ല. കാരണം റഡാർ ബേസ്ഡ് അല്ല, ക്യാമറ ബേസ്ഡ് ആണ് വിൻസർ ഇ വി പ്രോയുടെ അഡാസ്. എങ്കിലും വളരെ നന്നായിട്ട് അത് വർക്ക് ചെയ്യുന്നുണ്ട്. ലൈൻസൊക്കെ നല്ല വിസിബിളാണ്. എന്നാലും നമുക്കത് കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാനൊരു ഇതുണ്ടല്ലോ. അപ്പോൾ അത് നമ്മൾക്കുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഒരു ടീ സ്റ്റോപ്പിലൊക്കെ എത്തുന്നു. പിന്നെയും യാത്ര ചെയ്യുന്നു. നമ്മൾക്ക് അടുത്തൊരു ചാർജിങ് സ്റ്റേഷൻ വരാനുണ്ട്. അപ്പോൾ 12:23 47% ബാറ്ററി ബാക്കിയുണ്ട്. 201 കിലോമീറ്ററാണ് റേഞ്ച് കാണിക്കുന്നത്. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. എന്നാലും നമ്മൾ പുറത്തിൽ തന്നെയാണ് ഓടിക്കുന്നതൊക്കെ. അങ്ങനെ റേഞ്ച് നോക്കിയൊന്നും ഓടിക്കുന്നില്ല. അങ്ങനെ നല്ല സ്മൂത്ത് ഹൈവേയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡിണ്ടിഗലിലെ ചാർജറിലേക്കാണ് യാത്ര. ഇ വി ഓണേഴ്സ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, എപ്പോഴും നമ്മളൊരു 50% ആകുമ്പോൾ തന്നെ അടുത്തൊരു ചാർജർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പിന്നെ ടെക്നിക്കൽ ഇഷ്യൂസ്, പ്രത്യേകിച്ച് വണ്ടിയുടെ ടെക്നിക്കൽ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. പക്ഷേ എങ്കിൽ പോലും നമ്മൾക്ക് ഒരു ചാർജറിൻ്റെ ഭാഗത്തു നിന്നുള്ള ടെക്നിക്കൽ ഇഷ്യൂസൊക്കെ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ അപ്പോഴും നമ്മൾ പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. ടെൻഷൻ ഫ്രീ ആയിട്ട് തന്നെ പോകാം. അതൊക്കെ അവർ സോഫ്റ്റ്വെയർ വഴി സോർട്ട് ചെയ്തോളൂ. നമ്മൾക്കുണ്ടായിട്ടുള്ള ടെക്നിക്കൽ ഇഷ്യൂ ഒരു സമയം ഉണ്ടായിരുന്നുള്ളൂ 120 kW ചാർജറിൽ നിന്ന്. പക്ഷെ അതൊക്കെ സോർട്ട് ചെയ്തു. അങ്ങനെ 1 മണി ആയപ്പോഴേക്ക് 29% ചാർജ് ലെഫ്റ്റ് ആയിട്ടുണ്ട്. 29% ബാറ്ററിയാണ് ബാക്കിയുള്ളത്. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. നമ്മൾ സെറ്റിങ്സ് ഒക്കെ ഒന്ന് മാറ്റുന്നുണ്ട്. ഹൈ റീജനറേഷനിലേക്ക് മാറ്റി. അപ്പോൾ 1:20 ആയപ്പോഴേക്കും ടാറ്റ മോട്ടോഴ്സ് കാവേരിയിലേക്ക് എത്തിച്ചേർന്നു. 120 kW ചാർജറാണ് അവിടെ ഉള്ളത്. നമുക്കിപ്പോൾ 21% ബാറ്ററി ആണ് ബാക്കിയുള്ളത്. ഗണ്ണൊക്കെ കണക്ട് ചെയ്തു, കുഴപ്പമൊന്നുമില്ല. എപ്പോഴും ഈ ഒരു ടാറ്റ മോട്ടോഴ്സ് പോലെയുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഷോറൂമിൻ്റെ തൊട്ടടുത്തുള്ള ചാർജേഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണമെന്ന് പറയുന്നത് എപ്പോഴും വെൽ മാനേജ്ഡ് ആയിട്ടുള്ളൊരു ചാർജറായിരിക്കും അവിടെ ഉണ്ടാവുക. 68 kW പവറിൽ ചാർജ് കയറുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്പീഡാണ്. 2 കാർ ഒരേ സമയം ചാർജ് ചെയ്തിട്ടുണ്ട്. ഒരു 5 EVയും ഉടനെ തന്നെ ചാർജ് ചെയ്യും. അപ്പോൾ അവർക്കും ഉണ്ടെങ്കിൽ പോലും നമുക്ക് സുഖമായിട്ട് സ്പീഡിൽ ചാർജ് കയറുന്നുണ്ട്. ഷോറൂമിൻ്റെ അടുത്തെത്തുമ്പോൾ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെയിറ്റിംഗ് ലോഞ്ചിൽ നമ്മൾ വെയിറ്റ് ചെയ്യാം. അതാണ് ഷോറൂമിൽ ചാർജ് ചെയ്യുന്നതിൻ്റെ മറ്റൊരു ഗുണം. അങ്ങനെ ഒരു 2:16 ഒക്കെ ആയപ്പോഴേക്കും 91% ബാറ്ററി നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞു. 390 കിലോമീറ്റർ റേഞ്ച് കാണിക്കുന്നുണ്ട്. അത് ആവശ്യത്തിൽ അധികമാണ്. നമുക്ക് വീട്ടിലേക്ക് എത്താൻ അത്രയും കിലോമീറ്ററിൻ്റെ ആവശ്യമില്ല. പക്ഷേ എങ്കിൽ പോലും മിക്സഡ് ടെറൈനാണ് ഇങ്ങോട്ട് വരുന്നത് പോലെ തന്നെ. 2:27 ആയപ്പോഴേക്കും ഡിണ്ടിഗൽ തലപ്പാകട്ടി ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ചു. തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഡിണ്ടിഗൽ വരുന്ന എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യേണ്ട ഒരു മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു ഐറ്റമാണ്.
ഒരു റിമോട്ട് ഏരിയയിൽ കൂടെയുള്ള ഹൈവേ ആണെങ്കിൽ പോലും ഇത്രയും വണ്ടികൾ തലപ്പാകട്ടി മാപ്പ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ബ്രാൻഡിങ് പവർ എന്ന് വേണമെങ്കിൽ പറയാം. ഇത്രയും നല്ലൊരു സ്പേസ് ഒക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അകത്ത് കയറി നമ്മൾ കുറേ വെയിറ്റ് ചെയ്തിട്ടാണെങ്കിലും ബിരിയാണി എത്തി. ലൈറ്റ് ആയിട്ടുള്ള ബിരിയാണിയാണ്. നമുക്ക് ഈ ദൂരയാത്രകളിലൊക്കെ കഴിക്കാൻ പറ്റുന്നൊരു ബിരിയാണിയാണ്. നമുക്ക് ഒരുപാട് ഹെവി സാധനങ്ങൾ കഴിച്ചു എന്നുള്ളത് തോന്നൽ വരില്ല. അപ്പോൾ 3:17 ആയപ്പോഴേക്കും 90% ചാർജ് ബാക്കിയോടെ നമ്മൾ യാത്ര പുറപ്പെട്ടു. തിരികെ ഓടിക്കുന്നതൊക്കെ ഞാനാണ്. അപ്പ എപ്പോഴും കുറച്ചൊരു സ്പീഡിൽ ഓടിക്കുന്ന ആളാണ്, കാല് കൊടുത്ത് ഓടിക്കുന്ന ആളാണ്. അപ്പോൾ അപ്പായ ഉറങ്ങിക്കിടക്കുകയാണ്. യാത്ര പോകുന്നു. റോഡിലൂടെ ക്രോസ് ചെയ്ത് ഇങ്ങനെ കാലികളൊക്കെ പോകുന്ന കാഴ്ചയൊക്കെ അപ്പം മിസ് ചെയ്തു. വളരെ നന്നായിരുന്നു. അങ്ങനെ ദൂരെ മലയൊക്കെ കാണുന്നുണ്ട്. അതിനപ്പുറം കേരളമാണ്. ഏകദേശം ഒരു 5 മണിയൊക്കെ ആയപ്പോഴേക്ക് 64% ബാറ്ററി ബാക്കിയുണ്ട്. 273 കിലോമീറ്റർ റേഞ്ച് കാണിക്കുന്നത്. നമ്മളൊരു ചായ സ്റ്റോപ്പിൽ നിർത്തി. അങ്ങനെ കമ്പം ഒക്കെ ആയപ്പോഴേക്കും മുന്തിരിത്തോട്ടം, അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഡ്രിപ്പ് ഇറിഗേഷനിലൂടെ അവർ കൾട്ടിവേറ്റ് ചെയ്യുന്നു. ഇവിടെ ഇപ്പം കൾട്ടിവേഷൻ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഇത് മുന്തിരിക്കൊലയൊക്കെ തൂക്കിയിട്ടിട്ടുണ്ടെന്നല്ല, അതുണ്ട്. നമുക്കത് കാണാം, സാധനങ്ങൾ മേടിക്കാം. ഒരുപാട് കാറുകൾ ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് 6:18 ആയപ്പോഴേക്കും കാറിൽ കയറി. ചാർജ് 56% ബാക്കിയുണ്ട്. ഒരു സന്ധ്യയൊക്കെ കഴിഞ്ഞ സമയമാണ്. സൺസെറ്റൊക്കെ കഴിഞ്ഞു. കാഴ്ചയൊക്കെ നല്ല മനോഹരമാണ്. ഒരു 6:58 ആകുമ്പോഴേക്കും 47% ബാറ്ററി ചാർജോടെ നമ്മൾ മലയൊക്കെ കയറി തുടങ്ങി. അപ്പോൾ മല കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഹെവി റീജനറേഷനിൽ ഇടുക. നമുക്ക് തിരികെ ഇറങ്ങുന്ന സമയത്തൊക്കെ ഒരുപാട് ബാറ്ററി കയറുന്നതായിട്ട് കാണാൻ സാധിച്ചു. നമുക്ക് ഒരു 4-5% ബാറ്ററിയോളം ശ്രദ്ധയിൽ അത് കയറി തിരിച്ച്. അത് നല്ലൊരു കാര്യമാണ്. ഏകദേശം ഒരു ചങ്ങനാശ്ശേരിയൊക്കെ അടുത്തായി ഒരു 9:58 ആകുമ്പോഴേക്കും ചങ്ങനാശ്ശേരി റൂട്ടിൽ കയറി. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലേക്ക്. 27% ബാറ്ററി ബാക്കിയുണ്ട്. 118 കിലോമീറ്റർ റേഞ്ച് കാണിക്കുന്നുണ്ട്. അത് കുഴപ്പമില്ല, നല്ലതാണ്. കാരണം നമുക്ക് 32 കിലോമീറ്റർ മാത്രമേ വീട്ടിലേക്ക് ബാക്കിയുള്ളൂ. അപ്പോൾ സുഖമായിട്ട് എത്തും. കാരണം ഞാനൊരു മിക്സഡ് ഡ്രൈവിംഗ് പാറ്റേൺ ഫോളോ ചെയ്ത ഒരാളല്ല. കണ്ടിന്യൂസ് എക്കോ പ്ലസിലിട്ട് വളരെ കിലോ വാട്ട് കൺസ്യൂം ചെയ്യാതെ ഒരു 10-15 വരെ കയറുന്ന രീതിയിലാണ് ഇട്ടിരുന്നത്. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് തിരികെ എത്തി. കറക്റ്റ് സമയത്താണ് എത്തിയത്. EV ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് വളരെ അടിപൊളിയായിരുന്നു. ഒട്ടും ക്ഷീണം ഉണ്ടായിരുന്നില്ല. തിരികെ എത്തിയപ്പോൾ 20% ബാറ്ററി ബാക്കിയുണ്ട്. 84 കിലോമീറ്റർ റേഞ്ചും കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിട്ട് തിരികെ വന്നു. നിങ്ങൾക്കും EVയിലെ യാത്രകൾ ധൈര്യമായിട്ട് പ്ലാൻ ചെയ്യാം. അപ്പോൾ അടുത്തൊരു വ്ലോഗിൽ കാണുന്നവരെ സൈനിങ് ഓഫ്. ബൈ.